ആ വ്യക്തിക്ക് എന്നോട് പഴയതുപോലുള്ള സ്നേഹമില്ല. ഒരു റിലേഷൻഷിപ്പ് കോച്ച് എന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു പരാതിയാണ് കേട്ടോ ഇത്. എന്തുകൊണ്ടാണ് ഈ ഒരു പരാതി സർവ്വസാധാരണമായി കണ്ടുവരുന്നത്? അതിന് പിന്നില് 3 സൈക്കോളജിക്കൽ റീസൺസ് നമുക്ക് വ്യക്തമായി എടുത്തു പറയാൻ സാധിക്കും. ആദ്യത്തേത്, ഇൻസെക്യൂർ ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് സ്റ്റൈലുള്ള ഒരു വ്യക്തിയിൽ നിന്നുമാണ് ഇത്തരം ഒരു പരാതി വരുന്നത്. ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ എന്നൊക്കെ കേട്ടിട്ടുണ്ടാകും അല്ലെ? അവിടെ പ്രോപ്പർ ആയിട്ടുള്ള റീഅഷുറൻസ് കിട്ടിക്കൊണ്ടേയിരിക്കണം. അതിനെവിടെങ്കിലും ഒരു വീഴ്ച പാർട്ട്ണർ വരുത്തി കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് എന്നോട് പഴയ പോലെ സ്നേഹമില്ല എന്ന് പറയപ്പെടാം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഹണിമൂൺ ഫേസുമായിട്ടുള്ള ഒരു കമ്പാരിസൺ ആണ്. ഏതൊരു ബന്ധമാണെങ്കിലും തുടക്കത്തിൽ ഒരുപാട് എഫേർട്ട് ഇടും അല്ലെ? എങ്കിൽ മാത്രമാണ് ഒരു ഇമോഷണൽ കണക്ഷൻ അവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആകുന്നത്. അതിന് സാധിക്കാതെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളൊരു രീതിയിൽ എല്ലാവരും ഒരുപാട് ഇന്റൻസിറ്റിയിൽ തന്നെ സ്നേഹിക്കുകയും അല്ലെങ്കിൽ അത്ര തന്നെ എഫേർട്ട് ഇടുകയും കുറെ മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടേയിരിക്കും. ആ ഒരു സമയത്തെ സ്നേഹവും അല്ലെങ്കിൽ ആ ഒരു ഹണിമൂൺ ഫേസിലുള്ള എഫേർട്ടും ഒക്കെ കണ്ടുകൊണ്ട് എക്സ്പെക്ട് ചെയ്യും കുറെ കാര്യങ്ങൾ. അങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നവർക്ക് പിന്നീട് എക്സ്പെക്ടേഷൻ ഹേർട്ട് ആയിരിക്കും. കമ്പാരിസൺ കാരണമാണ് അവിടെ നമ്മൾ ഈ ഒരു ഡയലോഗ് പറയുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ കോഗ്നേറ്റീവ് ഡിസ്ട്രോഷൻസ് ആണ്. നെഗറ്റീവ് ആയിട്ടുള്ള തിങ്കിങ് പാറ്റേൺ കാരണവും ഇത്തരത്തിലുള്ള ചിന്താരീതികളിലേക്കൊക്കെ നമ്മൾ ചെന്ന് വീഴാം. ചിലപ്പോൾ നമ്മൾ കമ്മിറ്റ് ചെയ്ത ഒരു മിസ്റ്റേക്കിന്റെ പേരിൽ അവർ നമ്മളെ ജഡ്ജ് ചെയ്തത് കൊണ്ട് നമ്മളെ സ്നേഹിക്കാൻ പറ്റാതെ പോകുന്നു എന്നൊരു ചിന്തയായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ സ്വന്തം സെൽഫ് വർത്തിനെ കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാതെ നമ്മൾ ഓവർ തിങ്ക് ചെയ്യുന്നതായിരിക്കാം. മൂന്നാമത്തേത് ഈ പറയുന്ന പോലെ നെഗറ്റീവ് ആയിട്ടുള്ള തിങ്കിങ് പാറ്റേൺ ഉള്ളവരിലാണ് ഇത്തരത്തിലുള്ള ഒരു പരാതി കൂടുതൽ കാണുന്നത് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഇതില് റീസൺ എന്ത് തന്നെ ആയാലും പോകെ പോകെ നമ്മൾ എന്ത് ചെയ്യില്ല, പാർട്ട്ണറിന് ഒരു സമാധാനം കൊടുക്കില്ല, നമുക്കൊരു സമാധാനം കിട്ടുവുമില്ല. ആ ഒരു രീതിയിലേക്ക് റിലേഷൻഷിപ്പ് ഇങ്ങനെ നെഗറ്റീവായിട്ട് ഗ്രോ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ കണ്ടറിഞ്ഞൊന്ന് തിരുത്തണം. യു ഡിസേർവ് എ പോസിറ്റീവ് ലൈഫ്. ലെറ്റ്സ് ട്രാൻസ്പെയർ ടു ഇൻസ്പയർ.